വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ആദ്യ ഡയറ്റ് പ്ലാൻ, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കഴിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഒരു 6:30 മണിയാകുമ്പോൾ ഒന്ന് എണീക്കുക. എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം, അത് ചെറു ചൂടുവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതല്ല, രാവിലെ തന്നെ ചില ആൾക്കാർക്കൊന്നും ചൂടുവെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അപ്പം നോർമൽ വാട്ടർ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുക. അതോടൊപ്പം തന്നെ ഒരു കൈപ്പിടി നിറയെ നട്ട്സ്, ഇപ്പോൾ ഏത് നട്ട്സായാലും കുഴപ്പമില്ല. നമ്മൾ മെയിനായിട്ടും ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് കേട്ടോ. ബദാമൊക്കെ ഭയങ്കര നല്ലതാണ്. ഏകദേശം ഒരു 65 ഗ്രാം മുതൽ 70 ഗ്രാം വരെ, അതായത് നമ്മളൊരു കൈപ്പിടി നട്ട്സ് കഴിക്കാം. നല്ല കലോറി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ കൊണ്ടുപോകേണ്ടൊരു ഊർജ്ജവും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ നട്ട്സ് കഴിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പം ബദാം അല്ലെങ്കിൽ വാൾനട്ട് അതുപോലെ ഒന്നും കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാം. അതല്ലെങ്കിൽ കോഫി, ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ഗ്രീൻ ടീ, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് കഴിക്കാം. അപ്പോൾ കട്ടൻ ചായയൊക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കലോറി ഇല്ലാത്തൊരു സംഭവം കേട്ടോ. ഇപ്പം ബ്ലാക്ക് കോഫി ആണെങ്കിൽ അതിൽ 2 കലോറി വരുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ടീ ആണെങ്കിൽ 3 കലോറി വരുന്നുണ്ട്. പക്ഷേ ബെനിഫിറ്റ് വെച്ച് നോക്കുമ്പം ഗ്രീൻ ടീ ആണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അതുപോലെ ഇതിലൊട്ടും തന്നെ പഞ്ചസാര ആഡ് ചെയ്യാതെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 8:30 ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 2 റാഗി ദോശ എടുക്കാം. അതല്ലെങ്കിൽ 2 ഗോതമ്പ് ദോശ. ഒരു റാഗി ദോശ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 90 കലോറിയൊക്കെ വരുള്ളൂ. അപ്പോൾ 2 എണ്ണമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു 150 കലോറി അത്രയേ ആവുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെയാണ് ഗോതമ്പ് ദോശൻ്റെ ഒക്കെ കാര്യം. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്മൾ ഇതുപോലത്തെ റാഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് നമുക്ക് റൈസ് ദോശ കഴിക്കാൻ വേണ്ടി പറ്റുമോയെന്ന്. കഴിയുന്നത് അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പം റാഗി ദോശ കഴിക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നോൺ വെജൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു എഗ്ഗ് കഴിക്കാം. എഗ്ഗ് പൊതുവേ നല്ലതാട്ടോ, പ്രോട്ടീനായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു മുട്ട ബുൾസയായിട്ടോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ കഴിക്കുക. പിന്നെ ഒരു കുക്കുംബറും കൂടി അതിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഇപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ 1 കപ്പ് കടലക്കറി അല്ലെങ്കിൽ ഒരു 50 ഗ്രാം ചമ്മന്തി അങ്ങനെയൊക്കെ വേണം ഇതിനോട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വേണം നമ്മുടെ ഒരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്.